ഇന്ന് നമുക്ക് കോട്ട ഫുൾക്കാരിയിൽ വരുന്ന കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. കോട്ട ഫുൾക്കാരിയിൽ നമുക്ക് കട്ട് വർക്ക് ചെയ്ത് വരുന്ന കുറേ ഡിഫറെൻറ്റ് പാറ്റേൺസ്, അതായത് കുറേ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് മുന്താണിയും നല്ല ഹെവി ആയിട്ട് കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ അതിനകത്ത് കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ, കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. ഈ സാരീസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ പീസായിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ടോണിൽ വരുന്ന സാരിയാണ്. ഒരു ഡസ്റ്റി പിങ്കിൻ്റെ ഒക്കെ അല്പം കൂടെ ഡാർക്കായിട്ട് വരുന്ന ഒരു ടോൺ. അതിൻ്റെ ബോർഡറിൽ ഇതുപോലെയുള്ള കട്ട് വർക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ബോഡിയിലെ ഡിസൈൻ ഇങ്ങനെയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ പ്രാവശ്യം ഇതിനകത്ത് വന്നിരിക്കുന്നത്. കോട്ട ഫുൾക്കാരിയിൽ വന്നിരിക്കുന്ന കട്ട് വർക്കിൽ വന്നിരിക്കുന്ന സാരീസ്. അതിൻ്റെ മുന്താണി കണ്ടോ, മുന്താണി നല്ല ഹെവി ആയിട്ടുള്ള കട്ട് വർക്ക് പാറ്റേൺ ആണ്. അതെ, മുന്താണിയുടെ കട്ട് വർക്ക് ആണെങ്കിലും ഇത്രയും വിഡ്ത്തിലാണ് മുന്താണിയിൽ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും കട്ട് വർക്കിൻ്റെ രണ്ട് കയ്യിലും കൊടുക്കാനുള്ള കട്ട് വർക്ക് ഇങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3280 ആണ്. ഇത് സാരി നമ്പർ 1, പിങ്ക് ടോൺ സാരി നമ്പർ 1. അടുത്തത് വരുന്നത് സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോഴും സെയിം ടോൺ തന്നെയാണ്. ഒള്ളി ആ ബോഡിയിൽ വരുന്ന ഡിസൈൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വർക്കൊക്കെ സെയിം തന്നെ. ഇതേ സാരി നമ്പർ 2. ഇതിനകത്ത് ബോഡിയിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ്. സാരി നമ്പർ 2. മുന്താണി ഇങ്ങനെ വരും. പിങ്ക് തന്നെ കളർ വരുന്നത് പിങ്ക്. സാരി നമ്പർ 3 ഗ്രീൻ. അതെ, സാരി നമ്പർ 3 വരുമ്പോൾ ഒരു ഗ്രീൻ ടോൺ. ഗ്രീനിൽ അതെ ഇതാണ് കണ്ടോ, ഗ്രീൻ ത്രെഡ് വെച്ചിട്ട് തന്നെയുള്ള കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. സാരി നമ്പർ 3. മുന്താണി ഇങ്ങനെ വരും. മുന്താണിയിൽ നല്ല ഹെവി ആയിട്ടുള്ള കട്ട് വർക്കിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. 3280. ബ്ലൗസിലും വരുന്നുണ്ട് കട്ട് വർക്ക്. ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും കട്ട് വർക്ക്. സാരി നമ്പർ 3. അടുത്ത് വരുന്ന സാരി നമ്പർ 4. സാരി നമ്പർ 4 വരുമ്പോൾ 4ൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ബോഡിയിലെ ഡിസൈൻ ഗ്രീൻ ഷെയ്ഡ് തന്നെ. ബോഡി ഡിസൈനിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്, ബാക്കിയെല്ലാം സെയിം തന്നെ. സാരി നമ്പർ 4. കട്ട് വർക്കിൻ്റെ ഡിസൈനൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. സാരി നമ്പർ 4. സാരി നമ്പർ 4. സാരി നമ്പർ 5 ഒരു ലൈറ്റ് ലാവൻഡർ ടോൺ. സാരി നമ്പർ 5 ഒരു ലൈറ്റ് ലാവൻഡർ ടോൺ. ഇതാണ് അതിൻ്റെ കട്ട് വർക്ക് ഡിസൈൻ വരുന്നത്. ലൈറ്റ് ലാവൻഡർ. മുന്താണി ഇങ്ങനെ വരും. ലൈറ്റ് ലാവൻഡർ. സാരി നമ്പർ 6 അല്ലേ, 6. ഇതേ ഒരു സ്കൈ ബ്ലൂ ടോൺ. സാരി നമ്പർ 6 വരുമ്പോൾ ഒരു സ്കൈ ബ്ലൂ. അതിനകത്ത് ഒരു 1 ടോൺ ഡാർക്കറായിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 6. മുന്താണി ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് കേട്ടോ, മുന്താണിയിലാണേലും കട്ട് വർക്കിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. സാരി നമ്പർ 7 അല്ലേ, 7 അല്ലേ, 7 വരുമ്പോൾ ഇതിൻ്റെ ബോഡിയിൽ വരുന്ന വ്യത്യാസം തന്നെയല്ല കേട്ടോ. ബോഡിയിൽ വരുന്നതല്ല, ഇതിനകത്ത് ഈ ത്രെഡിൻ്റെ കളറ് സെയിം തന്നെയാണ്. അതിനകത്ത് 1 ടോൺ ഡാർക്കറായിരുന്നു, ഇതിനകത്ത് സെയിം തന്നെയാണ്. സാരി നമ്പർ 7. മുന്താണിയും ഇങ്ങനെ വരും. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു പേൾ ക്രീം ഷെയ്ഡ്. 8 ഒരു പേൾ ക്രീം. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ ഈ സാരീസ്. കാരണം ഇതിനകത്ത് നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഫുൾക്കാരി കട്ട് വർക്കിൽ വന്ന പോലെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കല്ല ബോഡിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് മെറ്റീരിയൽ. മുന്താണി ഇങ്ങനെ വരും. സാരി നമ്പർ 8.
സാരി നമ്പർ 9. 9 വരുമ്പോൾ ഒരു ബ്രൗൺ ടോൺ. സാരി നമ്പർ 9 ഒരു ബ്രൗൺ, അല്പം ഒരു പർപ്പിൾ ബ്ലെൻഡ് ചെയ്ത പോലെയുള്ള ഒരു ബ്രൗൺ. നല്ല ഷെയ്ഡ്സ് ആട്ടോ എല്ലാം. മുന്താണി ഇങ്ങനെ വരും. സാരി നമ്പർ 9. സാരി നമ്പർ 10. 10 വരുമ്പോൾ അതിനകത്ത് ത്രെഡിൻ്റെ കളറിലുള്ള അല്പം ഡിഫറൻസ്. സാരി നമ്പർ 10. സാരി നമ്പർ 11. 11 വരുമ്പോഴും ഒരു പിങ്കും ഒരു ലാവൻഡറും പിങ്കും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 11. സാരി നമ്പർ 11 ഇത് ഒരു പിങ്ക് ആൻഡ് ലാവൻഡർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്കിൻ്റെ ഒരു ടോൺ തന്നെയാണ് കേട്ടോ. 11 നല്ല ഭംഗിയുള്ളൊരു ടോൺ. ഇതാണ് മുന്താണി വരുന്നത്. 11. സാരി നമ്പർ 12. 12 വരുമ്പോൾ ഒരു പർപ്പിളിൻ്റെ കുറച്ച് ഒരു പർപ്പിൾ ടോൺ തന്നെയാണ്. ഭയങ്കര ഡാർക്ക് പർപ്പിൾ അല്ല, എന്നാൽ നല്ലൊരു ഡസ്റ്റി ചാർട്ടിൽ വരുന്ന ഒരു പർപ്പിൾ. ഇതിനകത്ത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 13 വരുമ്പോഴും സെയിം ടോൺ തന്നെയാണ്, പർപ്പിളിൻ്റെ സെയിം ടോൺ തന്നെ. ഇതിനകത്ത് വരുമ്പോൾ ത്രെഡിൻ്റെ കളറ് ഇതാണ്. ത്രെഡിൻ്റെ കളർ വരുന്നത് 13. ഈ ത്രെഡിൻ്റെ കളറ് ഇതിനകത്ത് സെൽഫ് ടോൺ തന്നെ വന്നിരിക്കുന്നു. ത്രെഡിൻ്റെ കളറ് മറ്റേതൊരു 1 ടോൺ ലൈറ്റർ ആയിരുന്നു. 13. സാരി നമ്പർ 14 ഒരു ഡസ്റ്റി പീച്ച് ടോൺ. സാരി നമ്പർ 14 ഒരു ഡസ്റ്റി പീച്ച് ടോൺ. ഡസ്റ്റി പീച്ച്. 15 ഒരു ലാവൻഡർ. 15 ലാവൻഡർ. 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 16 ലാവൻഡർ തന്നെ. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും കട്ട് വർക്ക് എംബ്രോയ്ഡറി വരും. ഇതിനകത്ത് വരുമ്പോൾ ഈ ഡിസൈൻ അല്പം ഡിഫറെൻ്റ് ആണ്, ബോഡിയിലെ ഡിസൈൻ. 16 ബാക്കിയെല്ലാം സെയിം. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ട ഫുൾക്കാരിയിൽ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. meinsboutique.com ആണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. അപ്പം പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ചിൽ ദെൻ ബൈ, ടേക്ക് കെയർ.